ദൈവവചനത്തിൽ എന്താ പറഞ്ഞിരിക്കണേന്ന് അറിയാൻ ആഗ്രഹം, എന്നിട്ട് അതിനെപ്പറ്റി ധ്യാനിക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കണം ആ ദൈവവചനത്തിനെ പറ്റി, അത് പാലിക്കാൻ തീക്ഷ്ണത കാണിക്കണം. അപ്പോഴൊക്കെയാണ് ദൈവിക ജ്ഞാനം നമ്മളിൽ വന്ന് നിറയുക. രണ്ടാമതായിട്ട്, പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അന്വേഷിക്കണം. ജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ച് ചോദിച്ച് വാങ്ങിച്ചെടുക്കണം. ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. മൂന്നാമത്തെ കാര്യം, ശിക്ഷണം ഏറ്റുവാങ്ങുക. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നുണ്ട് ശിക്ഷണത്തെക്കുറിച്ച്. ശിക്ഷണമെടുക്കാത്ത പുത്രൻ ജാരസന്തതിയാണ്. നമ്മുടെ മാതാപിതാക്കൾ, സ്പിരിച്വൽ പേരൻസ്, സ്പിരിച്വൽ ഗൈഡ്സ് ഒക്കെ നമുക്ക് ശിക്ഷണം തരുമ്പോൾ നമ്മൾ സ്വയം തിരുത്തണം, കറക്റ്റ് ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ ജ്ഞാനം നമ്മളിൽ നിറയുക. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കിട്ടും. ദൈവം കാണുന്ന പോലെ കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഓരോരോ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് എടുക്കാനും പറ്റും.